കാര്യം ചോദിക്കട്ടെ, അതായത് നേരത്തെ ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് ശബ്ദമുണ്ടായി എന്ന് പറഞ്ഞു, പക്ഷേ നെടുമ്പാശ്ശേരി ലാൻഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നിയിരുന്നോ എന്ന് ചോദിക്കും. ഈ ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് സൗണ്ട് ഉണ്ടായിരുന്നു പറയുന്നത്, ഇവിടെ ലാൻഡ് ചെയ്ത സമയത്ത് വേറെ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയിട്ടുണ്ടായിരുന്നു? ലാൻഡ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നു. ലാൻഡ് ചെയ്യുമ്പോഴായിരുന്നു കൂടുതൽ സൗണ്ട്, ഭയങ്കര ജർക്കിയും കാര്യങ്ങളും വന്നു. അപ്പോഴാണ് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഇത് കാണുന്നത്. 2 ടയറിനും ഒന്നുമേ ഇല്ല, പൂർണ്ണമായിട്ടും ടയറിൻ്റെ ഒരു അംശം വരെ അതിമേലില്ല, ഉള്ള റിമ്മ് മാത്രമേ കാണുന്നുള്ളൂ. നൗഫൽ, എന്തായാലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. ടയർ പൊട്ടി, 2 ടയറിൽ ഡ്രമ്മ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത്രമാത്രം ഒരു അവസ്ഥയായിരുന്നു എന്നുള്ളതാണ്. ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുന്ന ആ ഒരു സമയത്ത് മാത്രമാണ്, ഇപ്പോൾ കോഴിക്കോട്ടല്ല നെടുമ്പാശ്ശേരിയിലാണ് ഇറങ്ങുന്നത് എന്ന് യാത്രക്കാരെ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്കയും ഭീതിയും എല്ലാം തന്നെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കരിപ്പൂർക്ക് പോകാനാണോ? കരിപ്പൂർക്ക് പോകാനാ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഈ വിവരം എപ്പോഴാണ് അറിയുന്നത്? അവിടുത്തെ ജിദ്ദയിൽ പോരുമ്പോൾ തന്നെ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീല് പഞ്ചറായ സൗണ്ട് നമ്മൾ പുറത്തറിഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ആശങ്ക ഉണ്ട്. പിന്നെ അവിടെ ഫ്ലൈറ്റിൽ നിന്ന് ഏകദേശം കൊച്ചിയിൽ പിന്നെ ഒരു 6 മണിക്ക് നമുക്ക് മെസ്സേജ് വന്ന് കൊച്ചി ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് കോഴിക്കോട് കൊച്ചിയിൽ ഇറങ്ങാന്ന് പറഞ്ഞു. ഈ ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ചെറിയൊരു അസ്വാഭാവികത തോന്നിയിരുന്നു? ഉണ്ടായിരുന്നു, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. നല്ല സൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ തിരക്കിയിരുന്നോ? അവർ പറഞ്ഞു. പിന്നെ അല്ല, അവരന്നേരം ഒരു മെസ്സേജ് തന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ മോർണിംഗിലാണ് പറഞ്ഞത് ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് എയർപോർട്ടിൽ അവിടെ ഫെസിലിറ്റി കുറവാണ്, അതുകൊണ്ട് ഇവിടെ ഇറക്കുന്നത്. ഇന്നലെ എപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത്? ഇന്നലെ 12:45 പുലർച്ചെ. ഇന്ന് പുലർച്ചെ. ഓക്കെ.